നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഡിഫറെൻ്റ് ലേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് കാണാനും ഇതിൻ്റെ സൗകര്യങ്ങൾ കണ്ടു പഠിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി. ഇവിടെ കൊടുക്കുന്ന ഫെസിലിറ്റിയും അതുപോലെ ഇതിങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്ന ഈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞുള്ള പ്രിവിലേജ്, അതിന് പ്രത്യേകം ശ്രീ ഗോപിലാൽ മുതുകാടിനോട് നന്ദി പറയുന്നു. അദ്ദേഹം എന്നെ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോഴാണ് ഇവിടെ വരുന്ന കാര്യം സൂചിപ്പിച്ചത്. അത് അപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് വലിയ സന്തോഷമുണ്ട്. ഇതിൻ്റെ മുഴുവൻ സൗകര്യങ്ങളും നടന്ന് കണ്ടു. തീർച്ചയായിട്ടും ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ ഇങ്ങനൊരു സ്ഥാപനമില്ല. ലോകത്തിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഒരു സ്ഥാപനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കുട്ടികളായിട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഭിന്നശേഷി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഞാൻ അനുഭവിക്കുകയാണ്. എനിക്കിതുവരെ കുട്ടി കിട്ടിയിട്ടില്ല. ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അടിയന്തരമായ ഒരു ശ്രദ്ധ പതിക്കണം. ഞാനൊരു തീരുമാനമല്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ 2025 ഫെബ്രുവരി 15 ഒരു അപേക്ഷ കൊടുത്തു. ഇന്ന് നടന്നുകൊണ്ടിരിക്കുക കിട്ടിയിട്ടില്ല. ഒരു കൊച്ചിനെ കൊണ്ട് എത്ര ഇവിടെ നിന്നല്ല കേരളത്തിൽ അല്ല, ഇവിടെ നിന്നല്ല, മുഴുവൻ നമുക്കറിയാമല്ലോ കേരളത്തിലെ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആരാണ്. പിന്നെ മറ്റൊരു കാര്യം ഒരു ശ്രദ്ധപ്പെട്ടു, ഈ നിസ്സാരം ഒരു ഉച്ചഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് എല്ലാം കിട്ടുന്നു. കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിൽ ഉച്ചഭക്ഷണമാണ്. പക്ഷേ സ്പെഷ്യൽ സ്കൂൾ ഇതുപോലെയുള്ള സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമില്ല കൊടുക്കുന്നുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല. ആരും ചർച്ച ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളല്ല, ഇവിടെ പഠിക്കുന്നവർ ഇവിടെ ആയിക്കോട്ടെ, സ്പെഷ്യൽ സ്കൂൾ മേഖലയിൽ പഠിക്കുന്ന പിള്ളേര് അവർ കുട്ടികളല്ലേ. പക്ഷെ മറ്റു സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരമുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതുപോലും ഇല്ല.